നമസ്തേ. ടെലഗ്രാമിന് തിരിച്ചടി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും സംഘടിത തട്ടിപ്പിനും ടെലഗ്രാം വ്യാപകമായി ദുരുപയോഗം ചെയ്തെന്ന കണ്ടെത്തലിന് പിന്നാലെ എടുത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഞായറാഴ്ച വീണ്ടും നടത്താനിരിക്കെയാണ് മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം ശരിവെച്ചുകൊണ്ട് ദില്ലി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ നിയമാനുസൃതമാണെന്ന് കോടതി വ്യക്തമാക്കി. പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അടിയന്തര സ്വഭാവം പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാരണങ്ങൾ പര്യാപ്തമാണെന്നും IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ടെലഗ്രാം നിരോധിച്ച കേന്ദ്ര ഉത്തരവ് യുക്തിസഹമാണെന്നും അത് അനാവശ്യമായ ഒന്നല്ലെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നടപടിയിൽ വീഴ്ചകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. മെയ് മാസത്തിൽ നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള ആരോപണങ്ങളെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കാൻ അധികൃതർ നിർബന്ധിതരായത്. ചോർന്ന ചോദ്യപേപ്പറുകൾ ടെലഗ്രാം ചാനലുകൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച മുതൽ രാജ്യത്ത് ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഓർഗനൈസ്ഡ് ചീറ്റിംഗ് നെറ്റ്വർക്കുകൾ പരീക്ഷാ സാമഗ്രികൾ ചോർത്താനും പ്രചരിപ്പിക്കാനുമായി ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായി ഉപയോഗിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ജൂൺ 22 വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താൽക്കാലിക നിയന്ത്രണം പരീക്ഷാ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാനും പ്ലാറ്റ്ഫോമിന്റെ ദുരുപയോഗം തടയാനും അത്യാവശ്യമാണെന്ന് സർക്കാർ വാദിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ദേശീയ പരീക്ഷയുടെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ബോധിപ്പിച്ചു. ഇത് സംബന്ധിച്ച് തത്തുമൈ ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു. ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. രാജ്യത്ത് നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ടെലഗ്രാമിനെതിരെ അപ്രതീക്ഷിത നടപടിയുമായി രംഗത്ത് വന്നത്. ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾക്കിടയിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താൽക്കാലികമായി നീക്കം ചെയ്യാൻ കേന്ദ്ര നിർദ്ദേശം നൽകിയത്. ഇതൊരു ആപ്പിനെതിരായ നടപടിയല്ല, രാജ്യത്തിന്റെ പരീക്ഷാ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള നടപടിയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താൽക്കാലികമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇതോടെ പുതിയ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ ടെലഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. കേന്ദ്രത്തിന്റെ സന്ദേശം വ്യക്തമാണ്. സാങ്കേതികവിദ്യ രാജ്യത്തിന്റെ പുരോഗതിക്കായാണ്, പരീക്ഷാ മാഫിയയെ സഹായിക്കാനല്ല. അതുകൊണ്ടാണ് നീറ്റ് പുനഃപരീക്ഷ പൂർത്തിയാക്കുന്ന ജൂൺ 22 വരെ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണവും ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ പ്രവർത്തനരഹിതമാക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയത്. ഒരു ആപ്പിനേക്കാൾ പ്രധാനമാണ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി എന്ന സന്ദേശമാണ് ഈ നടപടിയിലൂടെ കേന്ദ്രം നൽകുന്നത്. കേന്ദ്രത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ടെലഗ്രാം ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ കോടതിയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പരീക്ഷാ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. രാജ്യസുരക്ഷയാണ് പ്രധാനം. ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും കേന്ദ്ര സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയതല പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിരവധി ടെലഗ്രാം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അതിലും പ്രധാനമായി ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റ് എന്ന ഫീച്ചറാണ് വലിയ ആശങ്കയുണ്ടാക്കിയത്. സാധാരണയായി ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ മാറ്റം വരുത്താൻ ടെലഗ്രാമിൽ സാധിക്കും. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രകാരം ചിലർ ആദ്യം സാധാരണ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും പരീക്ഷ കഴിഞ്ഞ ശേഷം അതേ സന്ദേശം എഡിറ്റ് ചെയ്ത് യഥാർത്ഥ ചോദ്യപേപ്പർ ചേർക്കുകയും ചെയ്തു. ശേഷം ആ സന്ദേശത്തിന്റെ പഴയ സമയം കാണിച്ചു, നോക്കൂ, പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ ഞങ്ങൾ നൽകിയിരുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തി. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുകയും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം. ഇതോടെയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇടപെട്ടത്. ഡിജിറ്റൽ യുഗത്തിൽ ദേശീയ സുരക്ഷ എന്നത് അതിർത്തി കാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തിന്റെ പരീക്ഷാ സംവിധാനം, നിർണായക ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, പൗരന്മാരുടെ വിവരസുരക്ഷ എന്നിവയും ഇന്ന് ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതിനാലാണ് CERT in I4C, NC2PC പോലുള്ള ദേശീയ ഏജൻസികളെ ശക്തിപ്പെടുത്തി സൈബർ ഭീഷണികളെ നേരിടാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. രാജ്യസുരക്ഷ എന്ന അതിർത്തിയിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നതല്ല, ഡിജിറ്റൽ ലോകത്തും അതിന്റെ പോരാട്ടം നടക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഘടിത സൈബർ തട്ടിപ്പുകൾ തടയുന്നതും ദേശീയ സുരക്ഷയുടെ വിശാലമായ ചട്ടക്കൂടിന്റെ ഭാഗമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്.
രാജ്യസുരക്ഷ എന്നത് അതിർത്തിയിൽ നിൽക്കുന്ന സൈനികരുടെ ഉത്തരവാദിത്തം മാത്രമല്ല, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനം, ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത, യുവതലമുറയുടെ ഭാവി, ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സുരക്ഷ, പൊതുജനങ്ങളുടെ വിശ്വാസം എന്നിവയെ സംരക്ഷിക്കുന്നതും ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് പോലുള്ള പരീക്ഷ, ദേശീയതല പ്രവേശന പരീക്ഷകൾ എഴുതുന്നത്. ഈ പരീക്ഷകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് ഒരു പരീക്ഷയുടെ പ്രശ്നമായി മാത്രം ഒതുങ്ങില്ല. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുകയും ചെയ്യും. ഇതേ പശ്ചാത്തലത്തിലാണ് ടെലഗ്രാമിനെതിരെ കേന്ദ്ര സർക്കാർ താത്കാലിക നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചത്. സർക്കാർ കോടതിയിൽ അറിയിച്ച വിശദീകരണ പ്രകാരം പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ശൃംഖലകൾ ടെലഗ്രാമിന്റെ ചില സവിശേഷതകൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് മെസ്സേജ് എഡിറ്റ് സൗകര്യം ഉപയോഗിച്ച് പരീക്ഷ കഴിഞ്ഞ ശേഷം പഴയ സന്ദേശങ്ങൾ തിരുത്തി ചോദ്യപേപ്പർ മുൻകൂട്ടി ലഭിച്ചതായി തോന്നിക്കുന്ന തരത്തിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിലയിരുത്തൽ. ഇത്തരം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുകയും പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ സംശയത്തിലാക്കുകയും ചെയ്തുവെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താത്കാലികമായി നീക്കം ചെയ്യുക, കൂടാതെ ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റ് പോലുള്ള ചില സവിശേഷതകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നീ നടപടികളിലേക്ക് കേന്ദ്രം കടന്നത്. സർക്കാർ വ്യക്തമാക്കുന്നത് ഇതൊരു കമ്പനിക്കെതിരായ നടപടിയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയാനുള്ള താൽക്കാലിക ഇടപെടലാണ്. കേന്ദ്ര സർക്കാരിന്റെ വാദം വ്യക്തമാണ്. ഡിജിറ്റൽ സ്വാതന്ത്ര്യം എന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുമതിയല്ല. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പരീക്ഷാ ക്രമക്കേടുകൾക്കും വ്യാജവിവരണ പ്രചരണങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കും സഹായകമാകുന്ന സാഹചര്യമുണ്ടായാൽ നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് ഭരണഘടനയും നിലവിലെ നിയമങ്ങളും അധികാരം നൽകുന്നുണ്ട്. ഈ നടപടിയെ ചിലർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണമായി വിമർശിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. രാജ്യത്തിന്റെ താൽപ്പര്യവും വിദ്യാർത്ഥികളുടെ ഭാവിയും ദേശീയ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്തം. അതിനായി ആവശ്യമെങ്കിൽ ജനപ്രിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ മടിക്കില്ലെന്നാണ് ഈ തീരുമാനത്തിലൂടെ നൽകുന്ന സന്ദേശം. അതിനാൽ ഈ ഒരു നടപടിയെ ഒരു മെസ്സേജിംഗ് ആപ്പിനെതിരായ നടപടിയായി മാത്രം കാണാതെ ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാനും വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തം നടപ്പാക്കാനുമുള്ള ഇടപെടലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ടെലഗ്രാം നിരോധിച്ചത് ഒരു ആപ്പിനെതിരായ നടപടിയായിരുന്നില്ല, ദേശീയ പരീക്ഷയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനുള്ള അടിയന്തര ഇടപെടലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ആ വാദം തന്നെയാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതികവിദ്യ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ അതേ സാങ്കേതികവിദ്യ പരീക്ഷാ തട്ടിപ്പിനായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന സന്ദേശവും ഈ വിധി നൽകുന്നു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷ എത്രത്തോളം സുതാര്യമായും സുരക്ഷിതമായും നടത്താൻ കഴിയുമെന്നതാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഈ പരീക്ഷയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം ശരിയായ തീരുമാനമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.